അർജുൻ കിരണിനുമായിട്ട് സംസാരിക്കുകയാണ്. അഞ്ജന പ്രശ്നം കൂടുതൽ ഇഷ്യൂയിലേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. എന്താണെന്ന് കിരൺ അന്വേഷിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, അച്ഛമ്മ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ നന്ദനങ്ങളുടെ വീട്ടിലാണ് താമസം. നന്ദനങ്ങൾ അഞ്ജനയെയും കൊണ്ട് അവിടേക്ക് ചെല്ലുമോ എന്ന സംശയമുണ്ട്. അങ്ങനെ എങ്ങാനും ചെയ്താൽ അവിടെ ഒരു കൊലപാതകം തന്നെ നടക്കും എന്നൊക്കെ പറയാൻ കേട്ടോ അർജുൻ. അപ്പോൾ കിരൺ പറയുന്നത്, ആ കമ്മീഷണർ അത്ര സഹോദരി സ്നേഹമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത അറിയുമ്പോൾ പുറത്തു വരും. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അതെ, അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതുവരേക്കും വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെയായാൽ നമുക്കൊരു പക്ഷേ സ്വാതിയുടെ പിന്നിലുള്ളവർ ആരാണെന്ന് ഒരു പക്ഷേ കണ്ടുപിടിക്കാനാകും എന്നൊക്കെ പറയാണ്. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഈ സ്വാതിയുടെ ഈ ഒരു കേസിൻ്റെ ഏകദേശം ഐഡിയ കിട്ടും. ഇത് വൈൻഡപ്പ് ചെയ്യാനാകും എന്നൊക്കെ കിരണും പറയുന്നുണ്ട് അർജുനോട്. പിന്നീട് കാണിക്കുന്നത് അലക്സിച്ചായൻ അഞ്ജനയുടെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കാൻ കേട്ടോ. അഞ്ജനയെ കിട്ടിയാൽ കസ്റ്റഡിയിൽ എടുക്കാനാണ് SP കിരണിന്റെ തീരുമാനം. എന്നിട്ട് ചോദ്യം ചെയ്യുന്നതിലൂടെ ആ ഹേമചന്ദ്രൻ എവിടെയാണെന്ന് കണ്ടെത്താൻ അവർക്ക് സാധിക്കും. അവരുടെ പ്രധാന ലക്ഷ്യവും അതുതന്നെയാണ്. അതുവഴി റാണി എവിടെയാണെന്നും അവർക്കറിയാൻ സാധിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയാണ്. എന്നെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഞാൻ SP എന്തൊക്കെയോ പറഞ്ഞു പോയി. അത് ഞാൻ തൽക്കാലം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് പറഞ്ഞത്. ആ അർജുൻ്റെയും SP ലക്ഷ്യം അത് തന്നെയാണ്. അഞ്ജന എങ്ങാനും അവിടെ കൂടെ പോയാൽ പിന്നെ നമ്മുടെ കാര്യമൊക്കെ കഷ്ടത്തിലാകും. മാത്രവുമല്ല, ഇപ്പോൾ നമ്മുടെ എതിർചേരിയിൽ നിൽക്കുന്നത് അഞ്ജനയുടെ ഭർത്താവ്, അതായത് റാണിയുടെ അച്ഛൻ നന്ദഗോപനാണ്. അതും ഒരു പ്രശ്നമാണ് എന്നൊക്കെ പറയാണ് അലക്സിച്ചായൻ. അപ്പോൾ അഞ്ജനയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, മുമ്പ് ആ അരുണിമയും നന്ദഗോപനും ഇവിടെ വന്നിരുന്നു അഞ്ജനയെ കാണാൻ. അവർ വന്നു പോയതിനു ശേഷം തന്നെ അഞ്ജനയ്ക്കൊരു ചാഞ്ചാട്ടമാണ്. അപ്പോൾ അലക്സിച്ചായൻ ആണേ, അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് അഞ്ജന കുഞ്ഞിനെ അവിടെ നിന്നും മാറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും എന്നൊക്കെ പറയാണ്. എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അഞ്ജനയുടെ ഹസ്ബൻഡ് മനസ്സിൽ വിചാരിക്കുന്നത്, ഹേമേന്ദ്രന്റെ കാര്യം തൽക്കാലം ഇയാളോട് പറയണ്ട. അവർക്ക് അഞ്ജന വഴി ഹേമേന്ദ്രൻ എവിടെ എന്ന് കണ്ടുപിടിക്കാൻ മാത്രമല്ല നമ്മുടെ കുഴപ്പത്തിലാക്കാനും കൂടിയാണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറയാൻ കേട്ടോ. കാര്യം അവൾക്ക് എന്നോട് ദേഷ്യമുണ്ട്. അത് വെച്ചിട്ട് അവളെങ്ങനെ SP ഒരു പരാതി കൊടുത്താൽ ഞാനും കൊടുങ്ങും എന്ന് പറയാണ്. അപ്പോൾ അലക്സിച്ചാൻ പറയുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് മാറ്റണം. പറ്റുമെങ്കിൽ ഈ സംസ്ഥാനം വിട്ട് തന്നെ പോകണം, വല്ല നോർത്ത് ഇന്ത്യയിലോ മറ്റോ പോയി താമസിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അഞ്ജന ഹസ്ബൻഡ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് അഞ്ജനയെ ഇല്ലാതാക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. ഇയാളെ മുന്നിൽ നിർത്തി കളിച്ചാൽ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ. എന്നിട്ട് അത് അലക്സിനോട് പറയുന്നത്, അലക്സ് താൻ പറയുന്നതൊക്കെ കാര്യം ശരിയാണ്, പക്ഷെ ഞാൻ വിളിച്ചാൽ അവൾ വരില്ല. അതുകൊണ്ട് താങ്കൾ തന്നെ പോയിട്ട് അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്ലാനുകളൊക്കെ നടത്താം എന്ന് പറയാണ്. അങ്ങനെ അലക്സിച്ചാൻ അത് സമ്മതിക്കാൻ കേട്ടോ. അങ്ങനെ അഞ്ജനയുടെ ഹസ്ബൻഡ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്. ആദ്യം അലക്സിച്ചാൻ കയറി അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ആ സമയത്ത് ഞാൻ പുറത്ത് നിൽക്കും. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച വഴിയിൽ വരുമ്പോൾ ചാൻ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഞാനും അങ്ങോട്ടേക്ക് വരും. അങ്ങനെ അലക്സ് സംസാരിക്കാമെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വേണം വരാൻ. എന്നിട്ട് അവിടെ രണ്ടുപേരും സമാധാനപൂർവ്വം താമസിക്കണം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ്. പിന്നാലെ തന്നെ അഞ്ജനയുടെ ഹസ്ബൻഡ് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആ മെൻ്റൽ ഹോസ്പിറ്റലിലാണ്. അവിടെ അഞ്ജന ഇങ്ങനെ സ്റ്റെപ്പിലിരുന്ന് ഓരോ കാര്യങ്ങളും ആലോചിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അലക്സിച്ചാൻ വരുന്നത്. മോളെ എന്ന് വിളിക്കുമ്പോൾ അഞ്ജന തിരിഞ്ഞു നോക്കുന്നുണ്ട്. അലക്സിനെ കണ്ടപ്പോൾ അഞ്ജനയ്ക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അലക്സിച്ചാനെ കണ്ട് ഒരുപാട് കാലമായല്ലോ, ഇപ്പോൾ എവിടെയാണ്, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലക്സ് പറയുന്നുണ്ട്, എന്താണ് മോളുടെ ഒരു അവസ്ഥ, അതിൻ്റെ മോക്ക് ഈ വിധി വന്നല്ലോ, എങ്ങനെ ജീവിച്ച കുട്ടിയായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, ജീവിതം അങ്ങനെയാണ് അലക്സിച്ചായ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. എനിക്കിനി ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ റാണിമോളെ കാണാം, അവൾ എങ്ങനെയാണെന്ന് അറിയണം. അതുപോലെ തന്നെ എൻ്റെ ഏട്ടനെയും എനിക്ക് അറിയണം അവരെക്കുറിച്ച് എന്നൊക്കെ പറയാണ്. എന്നിട്ട് മാത്രമേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എന്നിട്ട് ഞാൻ മരിക്കൂ എന്നൊക്കെ പറയാണ്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ആത്മഹത്യ ചെയ്തേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അഞ്ജനയോട് കള്ളം പറയാൻ കേട്ടോ അലക്സിച്ചായന്. ഹേമേന്ദ്രൻ സാർ വന്നിട്ടുണ്ട് എന്ന് പറയും. ഇത് കേട്ടതും അഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷം. എവിടെ ഏട്ടൻ, ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവിടേക്ക് വന്നിട്ടില്ല സാർ, ഞാൻ താമസിക്കുന്ന ഇടത്തുണ്ട്. മോളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നും പറഞ്ഞു. മാത്രവുമല്ല റാണിമോളെ കുറിച്ച് അറിയണമെന്നും അതിനും ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പിന്നെ സാറ് മാത്രമല്ല ഇവിടെ വേറെ ആൾ കൂടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സാർ എന്ന് വിളിക്കാം കേട്ടോ. ആ സമയത്ത് അഞ്ജനയുടെ ഹസ്ബൻഡ് അവിടെ വരികയാണ്. അവരെ കണ്ടതും അഞ്ജനക്കാകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് അഞ്ജന കുറച്ച് മുന്നോട്ടേക്ക് നടക്കാം കേട്ടോ. ആ സമയത്ത് അലക്സിച്ചാൻ പറയുന്നുണ്ട്, ഇയാളെ കണ്ടപ്പോൾ മോളുടെ മുഖത്ത് വന്ന മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, പക്ഷെ മോള് പേടിക്കണ്ട, ഇദ്ദേഹം ആകെ മാറിയിരിക്കുകയാണ്, ഇപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അലക്സിച്ചായ, എനിക്കറിയാവുന്നത്ര അലക്സിച്ചാൻ അറിയില്ലല്ലോ, എൻ്റെ കഴുത്തിൽ താലി കട്ടിയ അന്ന് മുതൽ ഇയാളുടെ സ്വഭാവം ഒക്കെ എനിക്ക് ശരിക്കും അറിയാവുന്നതാണ്. ഇനി എന്ത് സംഭവിച്ചാലും ഇയാൾക്കൊരു മാറ്റവും ഉണ്ടായില്ല, അത് എനിക്ക് ഉറപ്പാണ് എന്ന് പറയാൻ കേട്ടോ. ഇല്ല മോളെ, ഹേമചന്ദ്രൻ സാർ തിരിച്ചു വന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ പേടിയുണ്ട്. മാത്രമല്ല ഇപ്പോൾ മാനസാന്തരപ്പെട്ട് നടക്കുകയാണ്. അതുകൊണ്ട് മോൾക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ അലക്സിച്ചായന്. മോൾക്ക് എന്നെ വിശ്വാസമുണ്ടോ? എങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കാം, നിൻ്റെ ഹസ്ബൻഡ് ആകെ ആൾ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ.
ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വരികയാണ്. അഞ്ജന, ഞാൻ നിന്നോട് ചെയ്തത് എനിക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. പക്ഷെ നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ നിനക്ക് എന്നെ എല്ലാം മനസ്സിലാക്കും, എന്നിലുള്ള മാറ്റങ്ങൾ എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ അലക്സി ചായൻ പറയുന്നുണ്ട്, മോൾക്കിപ്പോൾ ഇതുവരെ ജീവിച്ചതുപോലെയല്ല, ഒരു ശക്തമായിട്ടുള്ള ഒരു രക്ഷിതാവുണ്ട്, കമ്മീഷണർ ഹേമചന്ദ്രൻ സർ. അതുകൊണ്ട് തന്നെ മോൾക്ക് ഇനി ഒന്നും പേടിക്കണ്ട. മോൾ ഇതുവരെ ജീവിച്ച ജീവൻ പോലെയല്ല ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ അഞ്ജനയോട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകാം. അപ്പോൾ അഞ്ജന എവിടേക്കാണ് ഇനി പോകാമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, കമ്മീഷണർ സാർ ഉള്ളത് എൻ്റെ വീട്ടിലാണല്ലോ, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ അഞ്ജന ചോദിക്കുന്നത്, ഇവിടെ നിന്ന് ഡിസ്ചാർജ് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ സംഘടിപ്പിച്ച് തരാം എന്നൊക്കെ പറയാണ്ട് അലക്സി ചായനെ. അപ്പോൾ അഞ്ജന പറയുന്നത്, എന്തായാലും ഞാൻ പോകാൻ റെഡിയാണ്, എനിക്ക് എൻ്റെ ഏട്ടനെ കാണണം, എന്നിട്ട് അതുവഴി എനിക്ക് എൻ്റെ റാണിമോളെ കണ്ടുപിടിക്കണം, എന്നിട്ട് സന്തോഷത്തോടെ നല്ലൊരു കുടുംബജീവിതം എനിക്ക് വേണം, അതല്ലേ ഏതൊരു സ്ത്രീയും ഈ ലോകത്ത് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലക്സി ചായനും അവരുടെ ഹസ്ബൻഡും ഒന്ന് പരസ്പരം നോക്കിയിട്ട് ഒരുമാതിരി ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഹോസ്പിറ്റലിലെ ഓഫീസിൽ ചെന്നിട്ട് അവർ പോകാനുള്ള എല്ലാ ഫോർമാലിറ്റീസും തീർത്തിട്ട് അവസാനം അഞ്ജന സ്വന്തം റിസ്കിലാണ് പോകുന്നത് എന്നൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവരെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് അലക്സി ചായൻ്റെ വീട്ടിൽ വന്ന് ഇറങ്ങാൻ കേട്ടോ. ഇതാണ് വീട്, ഇനി പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജനയുടെ ഭർത്താവ് അവളെ വിടുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജനയാണെങ്കിൽ സന്തോഷത്തോടെ ഓടി ചെന്നിട്ട് വീടിൻ്റെ ചുറ്റും നടന്നിട്ട് ഏട്ടാ ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. അവസാനം മെയിൻ ഡോർ തുറന്നിട്ട് അകത്തേക്ക് കയറിയിട്ട് അവിടെയും ഏട്ടനെ തിരയാണ് കേട്ടോ. ആ സമയത്ത് അലക്സി ചായനും അഞ്ജനയുടെ ഹസ്ബൻഡും അകത്ത് കയറിയിട്ട് ഡോർ അടക്കുകയാണ് കേട്ടോ. ഇത് കണ്ടതും അഞ്ജന ആകെ പേടിക്കാൻ കേട്ടോ. എന്നിട്ട് അഞ്ജനയുടെ ഹസ്ബൻഡ് മുന്നോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, എടി, ഞാൻ ഇവിടേക്ക് നിന്നെ കൊണ്ടുവന്നത് നിനക്കൊരു പുതിയ ജീവിതം തരാനോ സന്തോഷമായിട്ട് ജീവിക്കാനോ ഒന്നുമല്ല, എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കാനാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അഞ്ജന ആഗ്രഹം സാധിച്ചെടുക്കാനോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലക്സിയാനോട് ചോദിക്കുന്നത്, എവിടെ എൻ്റെ ഏട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഒരു ഏട്ടനും ഇല്ലടി, അദ്ദേഹം ഇനി ഇവിടെ ഇല്ലതാനും ഇനി ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അഞ്ജന ആകെ നെറ്റ് നിൽക്കുകയാണ്. അപ്പോൾ അഞ്ജന, അലക്സി ചായൻ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്നൊക്കെ ഉറക്കത്തിൽ ചോദിക്കുകയാണ് കേട്ടോ. അത് മോളെ ഞാൻ എന്നൊക്കെ അദ്ദേഹം പറയാനിരിക്കുമ്പോൾ അഞ്ജനയുടെ ഭർത്താവ് പറയും, അലക്സ ഇതിൽ മൂന്നാം കക്ഷിയാണ്, നീ എന്നോട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു മുദ്ര പേപ്പർ നീട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇത് ആ എസ്റ്റേറ്റ് എൻ്റെ പേരിൽ എഴുതി തരാനുള്ള മുദ്ര പേപ്പറാണ്. ഇതിൽ നീ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു ശല്യവും എന്നെ കൊണ്ടുണ്ടാവില്ല, നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അപ്പോൾ മുദ്ര പേപ്പറിൽ ഒപ്പിടില്ല എന്ന് അഞ്ജന നിർബന്ധം പിടിക്കുകയാണ്. അങ്ങനെ അയാൾ അഞ്ജനയെ മുഖത്ത് അടിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അലക്സി ചായനെ ഇതിനെ എതിർക്കുകയാണ്. അഞ്ജനയുടെ ഹസ്ബൻഡിനെ പിടിച്ച് മാറ്റാൻ കേട്ടോ. എടോ, നീ പറഞ്ഞതിന് ഞാൻ കൂട്ടുനിന്നത് അഞ്ജനയെ ISPയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ നിൻ്റെ കുളരതമയൊക്കെ കൂട്ടി നിൽക്കാൻ വേണ്ടിയിട്ടില്ല. നീ ഇതിനായിരുന്നോ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഞ്ജന കുഞ്ഞിനെ അവിടെ നിന്ന് പുറത്ത് ചാടിച്ചത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇതൊക്കെ ചോദിക്കുമ്പോൾ നീയുമായിട്ടുള്ള ഇടപാട് എല്ലാം ഇവിടെ തീർന്നു, ഇനി നിനക്ക് ഇതിനൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, പോടോ ഇവിടെ നിന്ന് എന്നൊക്കെ അഞ്ജനയുടെ ഹസ്ബൻഡ് പറയാൻ കേട്ടോ അലക്സി ചായനോട്. അപ്പോൾ അലക്സി ചായൻ പറയില്ല, ഞാൻ പോകില്ല, ഞാൻ ഇനി എവിടെ പോകാൻ, ഞാൻ കാരണമാണ് അഞ്ജന കുഞ്ഞിനെ പുറത്തിറക്കിയത്, ഇത് ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അദ്ദേഹം അലക്സി ചായൻ്റെ കഴുത്തി പിടിച്ചൊന്ന് കൊടുത്തിട്ട് പിന്നീട് അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയിട്ട് ഡോർ അടക്കുകയാണ് കേട്ടോ. അലക്സി ചായനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ അഞ്ജന ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം കേൾക്കുന്നില്ല. പിന്നീട് അദ്ദേഹം വീണ്ടും അഞ്ജനയുടെ നേരെ വന്നിട്ടുണ്ട്. നീ ഈ മുദ്രപത്രത്തിൽ എത്രയും പെട്ടെന്ന് ഒപ്പിടണം എന്ന് പറയുമ്പോൾ, ഇല്ല, എൻ്റെ ഏട്ടനോട് ചോദിക്കാൻ ഞാൻ ആ മുദ്രപത്രത്തിൽ ഒപ്പിടില്ല എന്ന് അഞ്ജനയെ വാശി പിടിക്കാൻ കേട്ടോ. അപ്പോൾ അഞ്ജനയെ വീണ്ടും മുഖത്തടിച്ചിട്ട് താഴെ വീഴാൻ അഞ്ജന. അപ്പോൾ പറയുന്നുണ്ട്, നീ ഒന്ന് കേട്ടോ, നിൻ്റെ ഏട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചു പോയി എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അഞ്ജന ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാണ്. എങ്കിൽ നീ കേട്ടോ, നിൻ്റെ ഏട്ടനെ കൊന്നത് നമ്മുടെ മകൻ അഭിയാണ് എന്ന് പറയാൻ കേട്ടോ. അന്ന് അവനെ തല്ലി ആ ദേഷ്യത്തിന് അവന് ഹേമചന്ദ്രൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഒടിച്ചു വിട്ടു. എന്നിട്ട് അദ്ദേഹം പോയിട്ട് ഏതൊരു കൊക്കയിലേക്ക് മറിഞ്ഞ് അങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അഞ്ജനയ്ക്ക് ശരിക്കും സങ്കടമാവുന്നുണ്ട്. നിങ്ങളൊരു ദുഷ്ടനാണ്, സ്വന്തം മകനെപ്പോലും എല്ലാ ദുഷ്ടത്തിനും പഠിപ്പിച്ചു വെച്ചു, അവനെ ഒരു കൊലപാതകയാക്കി മാറ്റി എന്നൊക്കെ പറയാൻ കേട്ടോ. അവന് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ മാത്രമല്ല, നീയാണ്, നിൻ്റെ വയറ്റിലല്ലേ അവൻ 10 മാസം കിടന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് നീ വേഗം ഈ പേപ്പറിൽ ഒപ്പിട്, എന്നാൽ പിന്നെ എല്ലാ ഇടപാടും കഴിഞ്ഞു എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷെ ഞാൻ ഒപ്പിട്ട് തരില്ല, നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ ഏട്ടൻ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ ഉച്ചത്തിൽ പറയാൻ കേട്ടോ അഞ്ജന. വീണ്ടും ഒപ്പിടാൻ പറയുമ്പോൾ അഞ്ജന ഇല്ല എന്ന് പറയുമ്പോൾ മുഖത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കഴുത്തിന് പിടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അഞ്ജന അദ്ദേഹത്തെ തള്ളി മാറ്റിയാണ്. അങ്ങനെ വീണ്ടും അദ്ദേഹം ആക്രോശിച്ച് പറയാണ്, ഒപ്പിടടി, ഇതിൽ ഒപ്പിടടി എന്നൊക്കെ പറയുമ്പം ഇല്ല എന്ന് തന്നെ വീണ്ടും അഞ്ജന പറയാൻ കേട്ടോ. അങ്ങനെ അഞ്ജനയെ പിടിച്ച് അടിക്കുകയും ചുമരിൽ കൊണ്ടുപോയി തലയിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അവരുടെ ഡോറ് ഓപ്പൺ ആക്കുന്നത്. അത് വരുന്നത് പൂജയും മധു ആൻറ്റിയും കൂടിയാണ് കേട്ടോ. അവരിത് കണ്ടതും അഞ്ജനാമ്മ എന്ന് പറഞ്ഞിട്ട് പൂജ ഓടി വന്നിട്ട് അഞ്ജനയുടെ ഹസ്ബൻഡിനെ പിടിച്ച് മാറ്റുകയാണ് കേട്ടോ.
കൂടെ മധു ഉണ്ടായിരുന്നു. എന്നിട്ട് അഞ്ജനയെ മാറ്റി നിർത്തുകയാണ്. അയാൾ വീണ്ടും വന്നിട്ട് പൂജയെ പിടിക്കുകയാണ്. ആ സമയത്ത് മധു വന്നിട്ട് അഞ്ജനയുടെ കയ്യിലെ ബാഗ് വാങ്ങിയിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂജ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വെക്കുന്നുണ്ട്. മധു നന്നായിട്ട് മുഖത്തൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ. ഇതെല്ലാം കണ്ട് ആകെ ഷോക്കായി നിൽക്കുന്ന അഞ്ജനയാണ് കേട്ടോ അവസാനം കാണിക്കുന്നത്. എന്നിട്ട് പൂജ നന്നായിട്ട് അഞ്ജനയുടെ ഹസ്ബൻഡിനെ പെരുമാറുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ മധുവും ഉണ്ട്. അങ്ങനെ അദ്ദേഹം നിലത്ത് വീഴാണ്. അപ്പോൾ അഞ്ജനാമ്മ വന്നിട്ട് ചോദിക്കുന്നു, പൂജ മോളെ, എൻ്റെ മോളെ ഞാൻ അന്ന് കണ്ടതാണ്, പിന്നെ എൻ്റെ മോളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അന്ന് എന്താണ് ഉണ്ടായത്, എൻ്റെ മോളെ എവിടേക്കാണ് അവർ കൊണ്ടുപോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൂജ പറയുന്നത്, അത് അമ്മയുടെ ഈ ഭർത്താവും മോനും ചേർന്ന് എന്നെ അവിടെ നിന്ന് കടത്തി കളഞ്ഞതാ. ഇങ്ങനെയൊക്കെ അവരെ നോക്കി പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എൻ്റെ കൂടെ വരണം, ഞാൻ കൊണ്ടുപോവുകയാണ് അമ്മയെ എന്നൊക്കെ പറയാൻ കേട്ടോ അയാളോട്. കുറച്ച് കാലമാണെങ്കിലും സ്വന്തം മോളാണെന്ന് വിചാരിച്ച് അമ്മ എന്നെ സ്നേഹിച്ചു, ഒരുപാട് എന്നെ കെയർ ചെയ്തു. ആ ഒരു അവകാശത്തിലാണ് ഞാൻ അഞ്ജനാമ്മയെ എൻ്റെ കൂടെ വിളിക്കുന്നത്, എൻ്റെ വീട്ടിലേക്ക്. അവിടെ എൻ്റെ അച്ഛനും അമ്മയുണ്ട്, അമ്മ അവിടെ സുരക്ഷിതമായിരിക്കും, സമാധാനത്തോടെ അവിടെ കഴിയാം എന്നൊക്കെ പറയാണ്. ആദ്യമൊക്കെ അഞ്ജന, വേണ്ട മോളെ, അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് തീർത്തോളാം എന്നൊക്കെ പറയാൻ കേട്ടോ. അത് പറ്റില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷം മധുവും പൂജയും അവരെയും കൊണ്ട് പോവാൻ കേട്ടോ അവിടെ നിന്നു. എന്നിട്ട് അഞ്ജനയുടെ ഹസ്ബൻഡിനെ താക്കീതും കൊടുക്കുന്നുണ്ട്, ഇനി എങ്ങാനും അഞ്ജനാമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടി പിന്നാലെ വന്നാൽ നിങ്ങൾ വിവരം അറിയും എന്നൊക്കെ പറയാണ്. അങ്ങനെ SP കിരണിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ പൂജ. എന്നിട്ട് അഞ്ജനയോട് അഞ്ജനാമ്മ എങ്ങനെ ഇവിടെ എത്തിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലക്സിച്ചായനും അവരുടെ ഹസ്ബൻഡും ചേർന്ന് കൊണ്ടുവന്നതാണെന്നും ചേട്ടൻ ഈ വീട്ടിലുണ്ട് എന്നൊക്കെ എന്നെ പറഞ്ഞ് പറ്റിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ പൂജ ആ വിവരം കൂടി SP പറയുന്നുണ്ട് കേട്ടോ. കമ്മീഷണറെ കുറിച്ച് ഇദ്ദേഹത്തിന് വിവരങ്ങൾ അറിയാം, ശരിക്കും ഒന്ന് കുടഞ്ഞാൽ കാര്യങ്ങൾ പുറത്തു വരും എന്നൊക്കെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ മധുവും പൂജയും കൂടിയിട്ട് നന്ദൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വന്ന് ഇറങ്ങിയതും അഞ്ജന ആദ്യം ഇറങ്ങാൻ മടിച്ചെങ്കിലും അവൾ നിർബന്ധിച്ച് അഞ്ജനാമ്മയെ വണ്ടിയിൽ നിന്നും ഇറക്കാൻ കേട്ടോ. എന്നിട്ട് അകത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവരെ കണ്ടത് മഹേശ്വരി അമ്മയും അരുണിമയും നന്ദനൊക്കെ ഷോക്കാവുന്നുണ്ട്. എവിടെ നിന്ന് കിട്ടി മോളെ അഞ്ജനയെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദൻ വന്നിട്ട്. അപ്പോൾ പൂജ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാൻ അന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അവിടെ നിന്നും അതിവിദഗ്ധമായി അലക്സിച്ചായനും ഈ അമ്മയുടെ ഹസ്ബൻഡും കൂടിയിട്ട് അവിടെ നിന്നും അമ്മയെ കടത്തി കൊണ്ടുപോയിരുന്നു. പിന്നീട് അവിടെ എത്തിയ അമ്മയെ തിരഞ്ഞ് എന്നോട് അവിടെ നിന്നും ഓഫീസർമാർ പറഞ്ഞു അമ്മയെ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി എന്ന വിവരമൊക്കെ. പിന്നീട് അലക്സിച്ചാൻ വഴിയാണ് ആ വീട് കണ്ടെത്തിയതും അവിടെ നിന്നും അമ്മയെ രക്ഷപ്പെടുത്തിയതും എന്നൊക്കെ പറയാണ്. എന്തായാലും ഇനി അമ്മ ഇവിടെ കഴിയണം ഞങ്ങൾക്കൊപ്പം, അമ്മ ഇവിടെ സുരക്ഷിതയായിരിക്കും, ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയെ അകത്തേക്ക് കൊണ്ട് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന സ്നേഹസദനമാണ്. അവിടെ പ്രിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റും നോക്കിയിട്ട് എന്തോ ഒരു കള്ളലക്ഷണത്തോടെ പുറത്തിറങ്ങാൻ കേട്ടോ. എന്ന് സംശയം തോന്നിയ വസന്തനും പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അവരൊപ്പം തന്നെ മല്ലികയും ഉണ്ട് കേട്ടോ. അങ്ങനെ സ്നേഹസദനത്തിൻ്റെ മതിൽ കടന്ന് അപ്പുറത്ത് ഒരു ചെടിച്ചട്ടിയിൽ എന്തോ ഒന്ന് വെക്കുകയാണ് കേട്ടോ പ്രിയ. ഇതെല്ലാം പിന്നിൽ നിന്നും കണ്ടുകൊണ്ട് മല്ലികയും വസന്തനും ഷോക്കായി നിൽക്കുകയാണ്.